എല്ലാവരും ഓരോരോ പണിയിലും തിരക്കിലും ആയിട്ടോ. അതിൻ്റെ ഇടയിൽ സാനിറ്റൈസറിൻ്റെ കുപ്പി കാലിയായപ്പോൾ സാനിറ്റൈസർ ആദ്യത്തെ കന്നാസ് നിങ്ങൾ എടുത്തിട്ട് കുറച്ച് ആ കുപ്പിക്ക് പാർന്നു കൊടുത്തിട്ടോ. സാനിറ്റൈസർ നിറക്കൽ, ഹാൻഡ് വാഷ് നിറക്കൽ, ഇതൊക്കെ അന്തിക്ക് ഡ്യൂട്ടി ഉള്ള പണിയാണ്. പിന്നെയും കുറേ ആൾക്കാർ ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയിട്ടും ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അങ്ങനെ വന്നിട്ടോ. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വീണ് വരുന്നുണ്ട്, വണ്ടിമെന്ന് വീണാട്ടോ അച്ചേക്കൊക്കെ ആയിട്ടിട്ടോ. ഇപ്പം നല്ല മാങ്ങ കാലമൊക്കെ ആയതുകൊണ്ട് മാങ്ങ ഒക്കെ നല്ലോണം തിന്നാട്ട് ഇപ്പം എല്ലാവർക്കും വയറ്റിൽ നോക്കിൻ്റെ ഒരു സീസണാണ് കേട്ടോ. എല്ലാവരും വയറ്റിൽ നോക്ക് ഛർദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം അധികം ആൾക്കാരും വരിക. ഞാൻ അധികം മാങ്ങയും ചക്കയൊക്കെ തിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ സൂചി കൊണ്ട് ചന്തിക്കൊരു കുത്തടി കിട്ടലായി കേട്ടോ. പിന്നെ ഞാൻ നേരെ ഒരു താത്തക്ക് ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയിട്ട് പോയേ. താത്തക്കാണെങ്കിൽ പനിച്ച് പറിച്ചായിട്ട് വന്നതാട്ടോ. പിന്നെ ചിലവരൊക്കെ ഒരു വിചാരം ഉണ്ട് കേട്ടോ, സൂചി വേദന ആക്കാതെ കുത്തണമെന്ന്. വേദന ആക്കാതെ എങ്ങനെയായാലും ഇത് കുത്താൻ കഴിയൂല കേട്ടോ. ചെറിയൊരു വേദന ആർക്കായാലും ഉണ്ടാവും കേട്ടോ. മനുഷ്യന്മാരെ മേത്തല്ലത് കുത്തുന്നത്, ഇരുമ്പിൻ്റെ മേത്തൊന്നും അല്ലല്ലേ കുത്തി നന്നാക്കണത്. ചിലവരാണെങ്കിൽ വേദന ആകുമ്പോഴത്തേന് പറയും ചെയ്യും കേട്ടോ. സംഭവം ചെറിയ വേദന ഒക്കെ ഉണ്ടാവുള്ളൂ, നാലും അപ്പോഴത്തേനും അങ്ങോട്ട് പറച്ചിൽ തുടങ്ങും. നമ്മളിപ്പോൾ അത് കൽപ്പിച്ചുകൂട്ടി പോലെ വേദന ആക്കാൻ വേണ്ടി ആരോടും വൈരാഗ്യം തീർക്കാൻ വേണ്ടിയൊന്നും കുത്തുന്നതല്ല കേട്ടോ. അതൊക്കെ പോട്ടെ, അങ്ങനത്തെ ഓരോന്നൊക്കെ എല്ലാ പണിയിലും പറഞ്ഞതാണ്. ഇപ്പോൾ ഏത് പണിയായാലും അതിൻ്റെതായിട്ടുള്ള ഇടങ്ങാറുണ്ടാവുമല്ലോ അറിഞ്ഞ മാതിരി. പിന്നെ ഈ ചുവപ്പ് വെള്ളത്തിനും വേണ്ടി ഇവിടെ കുറേ ആൾക്കാർ വരേണ്ട കേട്ടോ. ചുവപ്പ് വെള്ളവും മഞ്ഞ വെള്ളവുമാണ് ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റംസ്. അങ്ങനെ കുറേയൊക്കെ പേഷ്യൻ്റ് അവിടെ ഒതുങ്ങിയപ്പോഴത്തേന് നേരം പാതിരായിട്ടോ. നോക്കിയാണെങ്കിൽ സമയം ക്ലോക്കൊക്കെ 12 മണി ആയിട്ടോ. പിന്നെ നേരെ പൊതിച്ചോറ് ഇങ്ങോട്ട് കജ്ജരി എടുത്തായിട്ട് അത് തുറന്ന് നോക്കി എല്ലാവരും ചോറ് വെച്ചാൽ വേണ്ടി കുത്തിർന്നിട്ടോ. പേഷ്യൻറ്റിനൊക്കെ അവിടെ സൈഡാക്കി കുത്തിർപ്പിച്ച് ഓലോണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിച്ചാനും പറഞ്ഞിട്ടോ. ചോറ് തുറക്കുമ്പോൾ തന്നെ കേടരാന്നാൽ മതിയെന്നാട്ടോ നമ്മളെ പ്രാർത്ഥന. തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കയറലും നടക്കൂല കേട്ടോ. ഇതിപ്പോൾ ഇന്ന് വലിയൊരു തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ രണ്ടാൾക്കാർ വെച്ച് കയറിയാണ്. അങ്ങനെ അപ്പുറത്തേലും ഇപ്പുറത്തേലും ഒക്കെ കജ്ജിട്ട് വാരിയായിട്ട് നമ്മളെല്ലാവരും കൂടി കുത്തിർന്ന് ചോറുന്നിട്ടോ. ഞാനും സൽമും ഹർഷി കഴിഞ്ഞിട്ടോ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ കയറിയത് ചോറുന്നാൻ വേണ്ടിയിട്ട്. എല്ലാവരും എല്ലാവരുടെ പാത്രത്തിലും കൈയിട്ട് ഭാരിട്ടോ. അവനാനും വേണ്ടതൊക്കെ എടുക്കുക, എല്ലാവരുടെ പാത്രത്തിലും കജ്ജിട്ടായിട്ട്. ഒരാൾ ചെറുപയറും ഒരാൾ കോഴിച്ചാറും ഒത്തൊക്കെ കൊണ്ടുവന്നിട്ടോ. അച്ചാറിൻ്റെ പാത്രമൊക്കെയാണ് ഇവിടെ കാലിയായിന് കേട്ടോ. എന്നാലും അതിൻ്റെ മൂട്ടിലുള്ള തട്ടി കൊഴിച്ച് തന്നെ കേട്ടോ. അങ്ങനെ ഞാനും ചോറും അച്ചാറും മീനും കൂട്ടാനും ഒക്കെ കൂടിയും കൂട്ടായിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ടോ. മുള്ളു ഫുള്ള് ഹർഷൻ്റെ പാത്രം. അത് എന്തൊരു തീറ്റയാച്ച് തിന്നണ ഹർഷ. ആ മീൻ മുഴുവോള് തിന്നത് അത് തിന്നത് തന്നെ. ഇത് ഞല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് നോക്കിയാണ് അങ്ങനെ ചോറയിപ്പൊക്കെ കഴിഞ്ഞിട്ടോ. ബായൻ്റെലൊക്കെ നല്ലോണം പഠിച്ച് ക്ലീനാക്കി വെച്ചാണ്. ഇനി ഇത് തേച്ചൊക്കെ എടുത്ത് വെച്ചാണെങ്കിൽ നാളെ തീരെ തന്നെ ചോറുണ്ടോ കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഹർഷ മീമുള്ള മുഴുവൻ എൻ്റെയൊക്കെ തട്ടിയിട്ടുന്നത് കൊണ്ടുപോയി ഇട്ടാഞ്ഞാൾ അറിഞ്ഞത്. അങ്ങനെ ചോറയിപ്പം കജ്ജകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ ഓരോ പണിയിലായേ. ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ അടിച്ചു തളിക്കാരി ഹർഷ. പട്ടിപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് വരുന്നു ഏലക്കാരി ഹർഷ. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഏത് നമ്പർ എന്ന് പറഞ്ഞിട്ട്